കാൽസ്യം താള് കാണാത്തവർ കണ്ടോ കേട്ടോ. ഇതാണ് കേട്ടോ കാൽസ്യം താള്. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള കാൽസ്യക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ തോരൻ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചീരയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ സ്കൂളിലൊക്കെ കൊടുക്കുവാണെങ്കിൽ കാലുവേദന, കാൽസ്യക്കുറവ്, എല്ലിന് ബലക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലൊരു ചീരയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് വെളുത്ത താള് അതുപോലെ തന്നെ നമ്മൾ കാൽസ്യം താള് അങ്ങനെയൊക്കെ പല പല പേരുകളിൽ അറിയപ്പെടും. സാധാ താള് പോലെയല്ല കേട്ടോ. ഇതിന് തണ്ടിന് ഒരു വെളുത്ത കളറുണ്ട്. ഒട്ടും തന്നെ ചൊറിച്ചിലില്ല കേട്ടോ. വളരെ നല്ലൊരു ഹെൽത്ത് റിച്ച് ആയിട്ടുള്ള നല്ലൊരു ചീരയാണ്. രണ്ടാമതുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചീര തന്നെയാണ് കേട്ടോ, വേലിച്ചീരയാണ് കേട്ടോ. ഈ രണ്ട് ചീരകളും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്തിലാണെങ്കിലും കാലുവേദന, മുട്ടുവേദന ഒക്കെ ഉള്ള അമ്മമാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു ചീരകൾ നിങ്ങളത് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ നമുക്ക് ഈ ഒരു തണ്ടുകൾ നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ ലീഫും കൂടെ കൂടിയിട്ട് നമുക്കത് തോരൻ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ ചൊറിച്ചിലൊന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചീരയാണ് കേട്ടോ. അപ്പം ഇതുള്ള വീടുകളുണ്ടാവും, പക്ഷേ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചീരയുടെ ഒരു താളിൻ്റെ ഒരു തണ്ട് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഒരു കിഴങ്ങ് ഒരു കഷ്ണമൊക്കെ കൊണ്ടുവന്ന് നട്ടാൽ മതി. പെട്ടെന്ന് അത് നല്ല രീതിയിൽ തന്നെ അത് ലീഫുകൾ വലിയ വലിയ ലീഫുകളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ഒന്നോ രണ്ടോ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ തോരൻ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ രക്തക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് രക്തം വർദ്ധിക്കാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ദഹനക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ദഹനശേഷി വർദ്ധിക്കാനൊക്കെ ആയിട്ടും ഈ ഒരു ചീരയുടെ താള് നല്ലതാണ് കേട്ടോ. അതുപോലെ ഗ്യാസ് ട്രബിളും ദഹനക്കുറവൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ ഒരു താള് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒട്ടും തന്നെ ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെ നിന്നും കിട്ടിയാൽ നിങ്ങൾക്കത് ചെറിയൊരു കിഴങ്ങ് കൊണ്ടുവന്ന് ഇട്ട് നിങ്ങൾക്ക് അത് നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ എത്ര കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു സവാള ചുവന്നുള്ളി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മുട്ട അത് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഈ ഒരു ചീര നമുക്ക് കുറച്ച് വീതം ഫസ്റ്റ് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചീരയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ചീര ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചീരയ്ക്ക് ഒരു രീതിയിലുള്ള മക്ക് ചൊവയോ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. അതുമല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് പകുതി വേവായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ളതിൻ്റെ മസാല നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തോരൻ വെച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതലിട്ട് കുട്ടികൾക്ക് തോരൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ദഹനശേഷി വർദ്ധിക്കാനൊക്കെ ആയിട്ടും അതുപോലെ രക്തക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ടും വിശപ്പ് ഉണ്ടാവാനൊക്കെ ആയിട്ടും നല്ലതാണ് ഈ ഒരു ചീര നിങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ ഇത് ചെറുതായിട്ട് ഇത് നമുക്കൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റ് ഉള്ളിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയൊക്കെ ഇതുപോലൊക്കെ നിങ്ങൾ തോരൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ആയിട്ടും വളരെ നല്ല ഹെൽത്ത് റിച്ച് ആയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ. അപ്പോൾ കാൽസ്യം താളം അവിടെ നിൽക്കുന്നത് കാണുവാണെങ്കിൽ ചെറിയൊരു കിഴങ്ങ് കൊണ്ടുവന്ന് നടുവാണെങ്കിൽ എന്നും നമുക്ക് പെട്ടെന്നൊന്നും കറിക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു 1-2 ലീഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ തോരൻ വെച്ചെടുക്കാം കേട്ടോ. വളരെ നല്ലൊരു അടിപൊളി നല്ലൊരു തോരനായിരിക്കും. അപ്പം നിങ്ങൾക്ക് പുതിയ അറിവായിട്ട് തോന്നുവാണെങ്കിൽ എല്ലാ കുട്ടികളും കമാലക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു താളം എവിടെയെങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ബൈ.